ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ഗുരുവിനെ കാണാൻ ആശ്രമത്തിൽ ദുഃഖിതനായൊരു മനുഷ്യനെത്തി. തൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം ഗുരുവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്രമാത്രം പ്രശ്നങ്ങൾ? എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇത്രയും വേദനകളും ദുരിതങ്ങളും? എല്ലാം കേട്ട ഗുരു അദ്ദേഹത്തോടൊരു കഥ പറഞ്ഞു. ഒരിക്കൽ കാട്ടിലൂടെ പോകുമ്പോൾ ഒരാളുടെ ശരീരത്തിൽ പെട്ടെന്ന് ഒരമ്പ് തറച്ചു. അമ്പേറ്റതിലുള്ള കഠിനമായ വേദന പെട്ടെന്നുള്ളതും തീവ്രവുമായിരുന്നു. ഈ വേദന ഒഴിച്ചുകൂടാനാവാത്തതായിരുന്നു. രോഗം, നഷ്ടം, വാർദ്ധക്യം എന്നിങ്ങനെയുള്ള ജീവിതത്തിൽ നാം എല്ലാവരും അഭിമുഖീകരിക്കുന്ന ദുരിതങ്ങളെപ്പോലെ തന്നെയായിരുന്നു ആ വേദനയും. ആ അമ്പ് പുറത്തെടുക്കുവാൻ സഹായം തേടുന്നതിന് പകരം ആ മനുഷ്യൻ ഭയത്താലും ഉത്കണ്ഠയാലും ആകുലപ്പെട്ടു. അയാൾ സ്വയം ചിന്തിച്ചു, അമ്പ് വിഷം പുരണ്ടതാണെങ്കിലോ? ഞാൻ മരിക്കുമോ? എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും? എൻ്റെ സമ്പത്തെല്ലാം ഇനി ആര് നോക്കി നടത്തും? അവൻ്റെ മനസ്സ് ഉത്കണ്ഠ നിറഞ്ഞ ചിന്തകളുടെ ഒരു ചുഴലിക്കാറ്റ് സൃഷ്ടിച്ചു. ഇതവൻ്റെ ദുരിതം കൂടുതൽ വഷളാക്കി. ഈ രീതിയിൽ ആ മനുഷ്യൻ്റെ അനുഭവം 2 അമ്പുകളാൽ തറയ്ക്കപ്പെട്ടതുപോലെയായി. ഒന്നാമത്തെ അമ്പ് മുറിവിൽ അയാൾക്ക് അനുഭവപ്പെട്ട ശാരീരികമായ വേദനയായിരുന്നു. ഇത് ഒഴിച്ചുകൂടാനാവാത്ത ജീവിത വേദനകളെ പ്രതിനിധീകരിക്കുന്നു. 2ാമത്തെ അമ്പ് തൻ്റെ ആശങ്കകളിലൂടെയും ഭയങ്ങളിലൂടെയും മനസ്സിൽ അവൻ സൃഷ്ടിച്ച ദുരിതമായിരുന്നു. എല്ലാവർക്കും വെല്ലുവിളികളും നിരാശകളും കഷ്ടപ്പാടുകളും നേരിടേണ്ടി വരും. ഇവ നമുക്ക് എപ്പോഴും നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. എന്നാൽ ചിന്തകളിലൂടെയും വികാരങ്ങളിലൂടെയും നമ്മുടെ വേദനകളിലേക്ക് നാം കൂട്ടിച്ചേർക്കുന്ന ദുരിതമാണ് 2ാമത്തെ അമ്പ്. ഇത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. വേദനയെ ഒഴിവാക്കുവാൻ കഴിയില്ല. അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ദുരിതം എന്നത് നമ്മുടെ ചിന്തകളും ഭയങ്ങളും ചേർത്ത് നമ്മൾ സ്വയം സൃഷ്ടിക്കുന്നതാണ്. 2ാമത്തെ അമ്പ് ഒഴിവാക്കി നമുക്ക് ശാന്തവും സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും. ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട ആ മനുഷ്യൻ സന്തോഷത്തോടെ തിരികെ പോയി. ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടതകളും കടന്നു വരുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് കരുതി അനാവശ്യമായ ഉത്കണ്ഠകളിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കേണ്ട ഒന്നുണ്ട്. ജീവിതത്തിൽ എല്ലാവർക്കും പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ട്. പക്ഷേ അത് ദുരിതത്തിലേക്ക് എത്തിക്കാതെ തരണം ചെയ്യുവാൻ അവർ പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. വേദനകൾ കടന്നു വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്നതാണ് നമ്മുടെ വേദനകൾ ദുരിതങ്ങളാകാതിരിക്കുവാനുള്ള എളുപ്പമാർഗം. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന് 1 പത്രോസ് 5:7 പറയുന്നു. നമുക്ക് ആശ്രയിക്കാൻ നമ്മെ ഇത്രയധികം കരുതുന്ന ദൈവമല്ലാതെ മറ്റാരാണുള്ളത്? പ്രയാസങ്ങൾ ദുരിതങ്ങളായി മാറാതിരിക്കുവാൻ നമ്മുടെ ഉത്കണ്ഠകളെ നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമുക്ക് ശാശ്വതമായ സമാധാനം നൽകും. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മണ്ണോടു മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവിടില്ല. എന്നെ ഉയർപ്പിക്കും വിൻശരീരത്തോടെ കൈക്കൊള്ളും ഏഴയെ മഹത്വത്തിൽ. എന്നെ ഉയർപ്പിക്കും വിൻശരീരത്തോടെ കൈക്കൊള്ളും ഏഴയെ മഹത്വത്തിൽ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ.